ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പഴവും റവയും വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്ക് സ്നാക്ക് ടൈമിലോ അല്ലെങ്കിൽ സ്കൂളിൽ സ്നാക്സിന് വേണ്ടിയിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പഴം വേണം. ഞാൻ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത പഴം നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്ക് ഏത് പഴം വേണമെങ്കിലും ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ പഴം നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഞാൻ പഴം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉടച്ചെടുത്ത പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂണിന്റെയും പകുതി അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള പഴം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴത്തിന്റെ ഒരു പച്ച ചൊവയൊക്കെ ഒന്ന് മാറി ഒന്ന് കുക്കായിട്ട് വരണം. അതുവരേക്കും നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഒക്കെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പഴമൊക്കെ ഒന്ന് കുക്കായി വന്നോളും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാൻ 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പഴവും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. തേങ്ങയും നല്ലതുപോലെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. അപ്പം ഞാൻ 1/2 കപ്പ് അളവിൽ റവയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ 1/2 കപ്പ് റവയും നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. റവ പഴവുമായിട്ടൊക്കെ നന്നായിട്ടൊന്ന് ചേർന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം. റവയും പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഈ ഒരു പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കാം. ഈ പാലിൽ റവ നല്ലതുപോലെ ഒന്ന് കുക്കായി വരും. അതുവരേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. റവ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് പാലൊക്കെ ഒന്ന് ഡ്രൈ ആയി റവ മാത്രമായിട്ട് നമുക്കൊരു ബോൾ രൂപത്തിലൊന്ന് കിട്ടും. അതുവരേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. പിന്നെ നമ്മൾ പാല് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും വെള്ളം ചേർക്കാത്ത പാല് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പാലൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവത്തിലൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പഴത്തിന്റെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പഞ്ചസാര ഒന്ന് ഉരുകി വരണം. അതുപോലെ തന്നെ പഞ്ചസാര ഉരുകി ഈ റവയുമായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വരണം. റവ നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. റവ വെന്ത് വരുന്നതിന് മുമ്പ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റവ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് റവ നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ കയ്യിലൊന്ന് തൊടാനുള്ള പരുവത്തിനുള്ള ചൂടിലാവുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ റവയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ചൂടിലായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഒരു പ്രാവശ്യം കൂടെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് റവ എടുത്ത് നമുക്ക് ഉരുളകളാക്കി ഒന്ന് എടുക്കാം. നമ്മുടെ സാധാരണ ലഡുവിൻ്റെയൊക്കെ ആ ഒരു സൈസിൽ നമുക്ക് കുറേശ്ശെയായിട്ട് റവ എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുളയാക്കി എടുക്കാം. ഉരുളയാക്കി എടുക്കുന്ന സമയത്ത് വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതൊന്ന് ഉരുളയാക്കി എടുക്കാനായിട്ട്. കാരണം നമ്മളിത് അല്പം ഒന്ന് തണുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള രൂപത്തിൽ വരും. അപ്പോഴത്തേക്കും നമ്മൾ ഉരുളയാക്കി എടുക്കുന്ന സമയത്ത് ക്രാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തിട്ട് ഒന്ന് ഉരുളയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ ക്രാക്ക് ഒന്നും വരാത്ത രീതിക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടൊന്ന് എടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ എല്ലാ റവയും ഒന്ന് ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ റവ ചെയ്തെടുത്തിട്ടുള്ള പാനിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചതിന് ശേഷം 1 സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പലഹാരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ നെയ്യൊക്കെ ഒന്ന് പറ്റി നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി കിട്ടും. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് പിന്നെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. പുറം ഭാഗം നമ്മൾ നെയ്യിൽ വഴറ്റി എടുക്കുമ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് ഈ ഒരു പലഹാരത്തിന് കിട്ടുന്നത്. പുറം ഭാഗം കുറച്ചൊന്ന് മുരുമുരുപ്പായിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം. അപ്പോൾ എന്തായാലും റവയും പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.